അതിന്റെ മുന്നിട്ട് എന്താ അപ്പാപ്പ എന്താ ഇഷ്യൂ എന്താ അപ്പാപ്പ എന്താ പ്രശ്നം എന്താ? അല്ല അതെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കേസ് സംസാരിക്കുക. അവരാരോ കെവിയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നത്. ആരെങ്കിലും വന്നേ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ഒന്ന് പറയണേ. അത് സംഭവം എന്താ അറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. ഇപ്പൊ നിങ്ങളെ മനസ്സിൽ ഞങ്ങളെന്നല്ലേ കിടക്കുള്ളൂ, മനസ്സിലായ? ഞങ്ങളൊന്ന് അല്ലല്ല അപ്പൊ അതല്ലടാ ഞങ്ങളെ പേര് പറയുമ്പോ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവില്ല. അപ്പം അവരടുത്ത് നിന്നിട്ട് കെ വി എന്ന് പറഞ്ഞ് പറഞ്ഞെടുക്കുമ്പോ അവരെ മനസ്സിൽ കെ വി ആണെന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ഇങ്ങനെ കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞ നല്ലതെന്ന്. കാരണം ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളിപ്പോ അവിടെ നിന്ന് സിറ്റിസൺ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കൊമ്പീന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? അങ്ങനെ അല്ല ബ്രോ, അത് തീരുമാനമായിട്ടില്ല. ആരാന്നുള്ളത് അത് തീരുമാനമായിട്ടില്ല. അത് നിങ്ങളെ പേര് അറിയാണ്ട് ഇതിൽ വന്നു പോയതാ. നിങ്ങളെ പേര് അല്ല ഇവരുടെ പേര് വന്നു പോയതായിരിക്കൂലേ പറയുന്നത്. പേര് യൂസ് ചെയ്തിട്ടാണോ ആ ചങ്ങായി വള്ളി എടുക്കുന്നത്? അപ്പൊ ഇവർക്ക് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യണേ. തീർച്ചയായും മുതുക്കുന്ന കുറെ ആൾക്കാർ പറഞ്ഞു കിട്ടിപ്പോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബ്രോ, മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. അത് ആരാന്ന് നമുക്ക് കിട്ടിയില്ല. അവനെ കണ്ട് അവനെ പീടിയുണ്ടായി അവനെ. അവൻ നിങ്ങളെ കൂട്ടത്തിലുള്ളതല്ലോ? അല്ലല്ലോ. അപ്പം ഓക്കെ, അപ്പൊ പ്രശ്നമില്ല. അല്ല ബ്രോ, ഞങ്ങളെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇമാതിരി മൂഞ്ച പരിപാടി എടുക്കൂല. നമുക്കറിയാം കെവിയുടെ റെപ്യൂട്ടേഷൻ നമുക്ക് അറിയാന്നുള്ളതല്ലേ. കാരണം ഞങ്ങളോട് പറഞ്ഞെന്താ വെച്ചാല് നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുത്ത് അവിടെ നിന്ന് കുറെ സിറ്റുവേഷൻ എടുത്ത് പറഞ്ഞു നിങ്ങളെ പേരും പറഞ്ഞു എംആർജി ആയിട്ട്. അപ്പൊ ഞങ്ങൾ ചോദിക്കണല്ലോ ഒബ്വിയസ്ലി ഞങ്ങളെ ഗാങ്ങിന്റെ പേര് വെച്ച് എടുക്കുമ്പോ അങ്ങനെ വെച്ചതാ. അങ്ങനെ വല്ല വന്നിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളല്ലാന്ന് പറയണ്ടെന്നാ. ഇല്ലല്ല നിങ്ങളും കൊടുക്കണം. നിങ്ങളെ പേരും പറഞ്ഞ് അങ്ങനെ ഒരുത്തൻ അപരാധിച്ച് നടക്കുന്നത് നല്ലതല്ലോ. നിങ്ങളെ പേര് ഞങ്ങളാണ് എടുക്കാൻ തന്നെ അവിടെ. അപ്പം വീഡിയോ ഉണ്ട്, ദൈവം ഇറങ്ങി എന്നിട്ട് ഇടപെട്ടില്ലേ. നിങ്ങളെ പേരും പറഞ്ഞ വലിയ അപരാധിച്ച് അപ്പൊ അത് കേവിയ അടിപൊളിയായിട്ട് ശരിയാടാ. ശരിക്ക് അവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമുക്ക് വിട്ടാലോ? ഇറങ്ങി ലാസ്റ്റ് കിട്ടിയില്ല. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ ശരിയാടാ. ശരിക്ക് അവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമുക്ക് വിട്ടാലോ? ഇറങ്ങി ലാസ്റ്റ് കിട്ടിയില്ല. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം. നമ്മള് പറഞ്ഞ പേടിയില്ല. ഇന്ന് കേസ് നിന്ന് പോലീസ് സ്റ്റേഷൻ തിരിച്ചു വെച്ചിട്ട് പോകുന്നു. ഇസ്മായിലേ, നീ എത്തിയാ? വേറെ വണ്ടിയിലാ നീ അടുക്ക്. നീ ഇസ്മായില് മറ്റേ വണ്ടിയിൽ വാ. ഇസ്മായില് മറ്റേ വണ്ടിയിൽ വാ. രണ്ടെണ്ണം ഒന്ന് ഇക്രൂന്ന് എടുത്താൽ എനിക്ക് ഞാൻ തരാം. സൗദി അതൊന്നും ഓർമ്മിപ്പിക്കല. പോയിട്ട് അയല കയ്യിൽ അയല തീർന്നു. ഇവിടെ ഓടുത്തു. ആ പന്ന പൊലയാടി പോനാടെ കൊമ്പി ഉണ്ടത്തോക്കെടുത്ത് അകത്തോക്ക് റാംബോ തോക്കെടുത്താ ഉസ്മാനെ പറ. ഒരു മിനിറ്റ് എല്ലാവരും സൈലന്റ് ആയ. 132 പെട്ടെന്ന് 132. കേപ്പിക്ക്. ഹലോ കേപ്പിക്ക് സൗണ്ട് കേപ്പിക്ക് മോനെ.
മര്യാദക്ക് നിന്നെ കത്തിച്ചു. രണ്ട് പീഡി ഓഫീസറിനെ ഞാൻ ഇസ്മായിലെ കൊന്ന് കത്തിച്ചാൻ പോവാ. ഒരു മിനിറ്റ് നിക്ക് ഓ ബാങ്ക് കിട്ടോ ആ ഇതാണല്ലോ ആള്. ഒരു മിനിറ്റ് മോനാണല്ല ആള്. മോൻ വർത്താനം പറയോ? ഒരു മിനിറ്റ്. അല്ലയോ നല്ലവനായ പുന്നാര മോനെ കേക്കാല്ലേ? നിനക്ക് കേക്കാല്ലേ? അല്ലേടാ പുന്നാര മോനെ. നിനക്ക് തെറി വിളിച്ചില്ലല്ലോടാ പുന്നാര മോനെ നല്ലടാ നിന്നെ വിളിക്കുന്നടാ കള്ള പൊന്നു സുന്ദര മോനെ. മോന് തരാടാ മോന്റെ തക്കുട് വാവേ മോന് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാട്ടോ. തക്കുട് വാവേ നീ ഒരു പറയും പറയണ്ട. ഞാൻ പറഞ്ഞോടാ കേൾടാ. കേക്കാ ഞാൻ നിന്റെ അച്ഛനാണോ? ഞാൻ നിന്റെ അച്ഛടാ തള്ള കൊല്ലല്ല ഒറ്റടിക്കോനെ ഒരു കണക്കുണ്ട് എന്റെ അപ്പുറം. എല്ലാത്തിനും ഒരു കണക്കാ. എന്തിനും നിന്റെ ഒരു കണക്ക് വേണ്ടേ? ഞാൻ ഇതേ വിളിച്ചിട്ടാണോ നിങ്ങളെ എന്തെങ്കിലും കേൾക്കാലോ. ഞാൻ ഈ അണ്ണനൊരു മര്യാദ കൊടുത്താണ് ഞാൻ വന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഷാജി, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഷാജി, നീ എനിക്ക് മാന്യത എന്ന് വന്നു സമ്മതിച്ചു. എന്താണ് വന്നിട്ട് പറയണോ അവര്? പിന്നെ അല്ല പെണ്ണിന്റെ അടുത്ത് അനാവശ്യം പറഞ്ഞു ചേട്ടാ ഞാൻ പറയണോന്ന് ഞാൻ ഒരു വെടി വെക്കട്ടെ. ബാങ്ക് കിട്ടിയാൽ അവന്റെ തലക്ക് ബുള്ളറ്റ് പറയല്ലേ. ശരി പറഞ്ഞോ എന്താണ് പറയുന്നത്? സംഭവം എന്ന് പറഞ്ഞാൽ മുതുക്കിന്ന് വേറൊരു വിഷയം. ആരും അലക്കല്ലേ. 1 മണിക്കൂർ കഥ പറഞ്ഞാലും നിങ്ങൾ ആരും എല്ലാരും ചുമ്മാ എല്ലാരും വായി കൂട്ടി സൈലന്റ്. റിംബോച്ചി അവന് മാത്രം സംസാരിച്ചാൽ മതി, ബാക്കി എല്ലാരും സൈലൻസ്. പറഞ്ഞു വിട്ടാ. ചേട്ടാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വിഷയമായിരുന്നു മുതുക്കില്. അപ്പൊ ഒരു പാട്ടിന്റെ വിഷയം, അങ്ങനെ വിഷയം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഡ്രാഗൻ ഈ കൊച്ചുവാണെങ്കിൽ ഒരുമിച്ച് വന്നോണ്ടിരുന്നു മുതുക്കിൽ. ഇവര് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ കുട്ടി പറഞ്ഞ് ഡിപ്രഷനാണെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇവര് വെള്ളം അടിച്ച് സെറ്റ് ആയതുപോലെയാണ് ഇങ്ങനെ ആടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്വാർട്ടർ തരുമോ അല്ലെങ്കിൽ എനിക്കൊരു അര തരുമോ അങ്ങനെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും തരൂല. അങ്ങനെ എന്തോ സംസാരിച്ചിട്ട് പോയപ്പോ ഡ്രാഗനോട് സംസാരിച്ച് പോയപ്പോഴത്തേക്കും ഒരു മിനിറ്റ് ഞാനും കൂടെ പറയട്ടെ. മൊത്തത്തിൽ എനിക്ക് കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്, എനിക്ക് ആരും പറയുന്നത് കേൾക്കുന്നില്ല. മനസ്സിലാവുന്നില്ല. റംബോച്ചി ആരോട് സംസാരിക്കേണ്ടെന്ന് പറയാം. നിങ്ങളും അവനും മാത്രം കൊമ്പി മാത്രം സംസാരിച്ചാൽ മതി. പറഞ്ഞു ഷാജി പറഞ്ഞു. എന്നിട്ട് ഓ ചേട്ടാ സംഭവമാണെങ്കിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചോദിച്ചു എനിക്ക് വേണം കുപ്പി, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് അടിക്കാൻ തരും, ഞാൻ കുറെ ദിവസമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും എന്തോ ഒരു മുട പറഞ്ഞു. അത് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. എങ്കിലും അപ്പൊ ഞാൻ എന്തൊരു പറഞ്ഞെന്ന് പറഞ്ഞാ ഞാൻ എന്റെ നീ ഹെൽത്തി അല്ല. എനിക്കും പറയാൻ അറിയാം ഇതുപോലെ. ഇതിന്റെ അപ്പുറം പറയും അടുത്തവൻ കരയേണ്ടി വരും. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു. ഇവിടെ ഗണ്ണിന്റെ നടുക്ക് മെസ്സ് അടിക്കല്ലേ. നിങ്ങളാണ് എന്നെ കൊന്നു. അതല്ല അങ്ങനെയല്ല. എല്ലാത്തിനും ഒരു കണക്കുണ്ട് കേട്ടോ പറയണേ. കാര്യം പറഞ്ഞു ഒരുമാതിരി അരിക്കുറുക്കിൽ ഈ വീണ പാറ്റയുടെ പരിപാടി കാണിക്കുകയാണെങ്കിൽ ഞാൻ പച്ചമുളക് അരച്ച് തിരക്കും ഞാൻ ഉള്ള കാര്യം. ഇങ്ങനെ ചൂടാവല്ലേ ബ്രോ? മര്യാദ സംസാരിക്കുന്നു. പൊന്നുമോനെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ നല്ല കാര്യം ചെയ്തിട്ടല്ലല്ലോ, നീ ഒരു തെറ്റ് ചെയ്തിട്ടല്ല. അപ്പൊ അതിന്റെ ഇതിൽ നിക്കണം. നിങ്ങളെല്ലാം ഒരു പെണ്ണ് പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട് അങ്ങനെ പറഞ്ഞാണ്. നിങ്ങൾക്ക് കേൾക്കാനെങ്കിൽ താല്പര്യം ഉണ്ടാവും. അതെ ഓൻ പറയട്ടെ. ഓന് റിംബോച്ചി മാത്രം സംസാരിക്കട്ടെ. എല്ലാരും ഒന്നും മിണ്ടാണ്ടിരിക്കും. സംസാരിക്കട്ടെ. ഒന്നും മിണ്ടാണ്ടെന്ന് എല്ലാരും ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കും. അപ്പൊ എവിടെ എത്തി സംഭവമാണെങ്കിൽ നമ്മൾ ഇതേപോലെ ആ മറ്റേ കുപ്പി രേസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ പറഞ്ഞു.
എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഇൻവെന്ററി എന്ന് പറഞ്ഞില്ല, ഞാൻ എന്റെ സാധനം എടുത്ത് നിന്നെ അടിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ തറയിൽ വീഴുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവള് മാന്യമായ ഡയലോഗാണ് കേട്ടോ. അല്ല മാന്യമായിട്ടല്ല, ഞാൻ എങ്കിലും ആ ഒരു സംസാരത്തിന്റെ ഒരു ഇതിലാണ്, അല്ലാതെ നമ്മൾ അവന്റെ കഥ പറഞ്ഞു കേട്ടോ, കഥ പറഞ്ഞു കൊന്നും അതല്ല സംഭവം. അല്ല അതല്ല കേട്ടോ, നമ്മളാണെങ്കിൽ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഇതും നമുക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എന്റെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. നീ ഇവിടെ കിടന്ന് മറ്റവന്മാരുടെ അടുത്ത് കിടന്ന് വാചകം അടിക്കുന്ന പോലെ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് കിടന്ന് ചെലച്ചു കഴിഞ്ഞാല് ഇതേപോലെ വന്ന് നിൽക്കും അനിയന്മാരും ചേട്ടന്മാരും ആങ്ങളമാരും ആയിട്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ഒരു പെണ്ണ് പറഞ്ഞല്ല കേൾക്കുന്നത്. ഇത്രയും നേരം ഞാൻ നിന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചത് ഞാൻ കൊമ്പി പറയുന്ന മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നിന്റെ വായിന്ന് തന്നെ വീണു. നീ എന്തിന് എന്റെ സാധനം എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ കിടക്കുവന്ന? നീ ആരടാ കോപ്പയെ സാധനം എടുത്ത് അടിക്കുക? നീ ഒന്ന് പറഞ്ഞേ. സാധനം എടുത്തത് പറഞ്ഞോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നെ കണ്ടു നിനക്കെന്താണ്? നിനക്ക് എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഞങ്ങൾ പൊട്ടന്മാരാണെന്ന്? അങ്ങനെയല്ല, അങ്ങനെ തോന്നിയില്ല, മണ്ടന്മാരാണെന്ന് നിനക്ക് അവസരം ഞാൻ തരാം. മണ്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഇരുന്നോണ്ട് മറ്റേ മെയിൽ ഈഗോനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പെണ്ണ് പറഞ്ഞപ്പോ കേട്ടു എന്ന് പറഞ്ഞാലേ മാന്യമായിട്ട് നടക്കുന്ന പെമ്പിളേര് വന്ന് പറഞ്ഞ കേക്കും നിന്നെ ഇതേപോലെ കൊണ്ട് നമ്മള് മാന്യമായിട്ടാണ് നടക്കുന്നത്. ഞാനും മറ്റേ റോബറിക്ക് അതിനും ഇതിനല്ല. അല്ല നിങ്ങൾക്ക് ഇത്രയും പേര് നിങ്ങൾ പറഞ്ഞിട്ട് എന്താണ് അതിന്റെ ആവശ്യമില്ല ചേട്ടാ. ഒറ്റയ്ക്ക് ഒന്നും ഞാൻ പറയണ പറഞ്ഞോട്ടെ. അല്ല ചുമ്മാ 50-60 പേര് വന്നിട്ട് അതിന്റെ ആവശ്യമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഷാജി അമ്മാന്ന് കേട്ടിട്ടുണ്ടോ? ഷാജി കേട്ടിട്ടുണ്ട് ചേട്ടാ. നിങ്ങൾ കേട്ടിട്ടുണ്ട്? പെങ്ങളെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളതുകൊണ്ടാണ് നീ അപ്പുറത്തേക്കുന്നത്. വേറെ ഒന്നും അല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പം അമ്മയും പെങ്ങളെ ആദ്യം തിരിച്ചറിയാൻ പഠിക്കണം. അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ നീ പഠിക്കണം. കൈപൊക്കണം. കൊമ്പി കാണട്ടെ അതിനെന്താ? കൊമ്പി കാണാനല്ല, ഇത്ര ഉള്ളതല്ല. കൊമ്പി ഒന്ന് സംസാരിക്കട്ടെ. കൊമ്പിക്ക് ഒരു സ്പേസ് കൊടുത്തേ. കൊമ്പി ഒന്ന് സംസാരിക്കട്ടെ. ഒരു മിനിറ്റ്. നീ അല്ലല്ല, നീ അവിടെ നിന്നിട്ട് നിന്നോട് നല്ലൊരു സംസാരിക്കാൻ വന്ന മുതുക്കുന്നേനെ വന്നോല്ലേ? എടാ നീ പീരീഡ് സംസാരിച്ചോ? അപ്പൊ നിന്നോട് വല്ലതും വന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞോ? പിന്നെ ഇങ്ങനെ തെളിവിച്ചെന്തിനാ? മൈ ആ വാക്കെന്തിനാണോ യൂസ് ചെയ്യുന്നത്? വിളിച്ചേ. പിന്നെ ആരാ വിളിച്ചേ? പാട്ടിന്റെ വിഷയം. പാട്ടിന്റെ വിഷയം? ഏത് പാട്ടിന്റെ വിഷയം? അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടെ നിനക്ക് എത്ര ഉണ്ട്? നീ അമ്പളിക്കുന്നുണ്ട്. നിനക്ക് എത്ര ഉണ്ട്? നിന്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചോടെ? നീ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. റിംബോച്ചി സിറ്റുവേഷൻ എടുത്തായിരുന്നു നീ? ആരെങ്കിലും എടുത്ത് പോയിട്ട് നീ കേവിയില് ആരെങ്കിലാണെന്ന് പറഞ്ഞിട്ട് നീ ആരെങ്കിലും എടുത്ത് ഈ കേസ് ഒന്ന് തീർത്തിട്ട് തരാടാ കുട്ടാ. ഈ കേസ് തീർത്തിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് മാറി. ഇതൊന്നും നമ്മളൊന്ന് തീർക്കട്ടെ. ഇതൊന്നും ഷാജി പാപ്പ അല്ല കേവിയാണെങ്കിൽ വിളിക്കും ബ്രോ, ഞാൻ സംസാരിക്കാം. വേറെ വിഷയം ഒന്നുമില്ല. കണ്ണ് പ്രശ്നം എനിക്ക് പേടിയൊന്നുമില്ല. നിനക്ക് പേടിയില്ല. നിനക്ക് നട്ടലേ ഇല്ല. അങ്ങനെയാണ് വന്നത്. അതല്ലേ എടാ ഷിബു ഇത്തിരി വെള്ളം കൊല്ലാനേ കൊമ്പിക്കൊന്നോ അവനോട് സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും ആയിക്കൊടുക്കോ? ഒരു സെക്കൻഡ് കൊമ്പി സംസാരിക്കട്ടെ. അതിന് മുമ്പ് ഷാജിബാബിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഈ അരിന്ന് കേട്ട് കഴിഞ്ഞാൽ അരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറീന്ന് കേട്ടിട്ട് പയറെന്ന് പറയരുത്. ഇല്ല ചേട്ടാ, ഇല്ല ഒരിക്കലും അങ്ങനെ പറയില്ല. ഞാനാണ് ഇപ്പൊ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം,
ഈ അരിയും തിന്ന് ആശാരിച്ചയും ചേട്ടാ വേറൊരു കാര്യം കൂടെ പറയട്ടാ ചേട്ടാ വേറൊരു കാര്യം ഒരു കാര്യം കൂടെ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും ഈ കൊച്ചു വാ തുറന്നു കഴിഞ്ഞാലേ വാ അടയ്ക്കോ നിങ്ങൾ അതേ നിങ്ങൾക്കറിയാലോ നിങ്ങളെ കൂടെ നടക്കണല്ലേ അത് നീ നോക്കണ്ട നീ അത് കേക്കണം നീ അത് കേക്കണം നീ അത് കേക്കണം മുതുക്കി നിന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു കൊച്ചേ ഒരു കാര്യം ഞാൻ പറയട്ടെ നീ ഒന്ന് കൈ ഒന്ന് പൊന്നിച്ച നീ ഒന്ന് കൈ പൊന്നിച്ചടാ ഒന്ന് കൈ പൊന്നിച്ചടാ നീ എന്താ ഈ നിന്നിട്ടെന്ന് സംസാരിച്ചു കൈ ഒന്ന് പൊന്നിച്ചേ നിന്റെ കൈ ഒന്ന് പൊന്നിച്ചേ നീ കൈ വെക്കടാ നീ കൈ വെക്കടാ കൈ വെക്ക് നീ ഒന്ന് കൈ ഒന്ന് പൊന്നിച്ചടാ ഒന്ന് കൈ പൊന്നിച്ചടാ ഇനി നീ സംസാരിച്ചോ ഞാൻ ഇത്രയും നേരം നീ സംസാരിച്ചിട്ട് ഞാൻ കേട്ടോണ്ടിരുന്നു ഇത്രയും നേരം നീ പറഞ്ഞിട്ട് ഞാൻ കേട്ടോണ്ടിരുന്നു ഞാൻ മിണ്ടില്ല നീ തന്തയില്ലാത്തരം പറയുമ്പോഴും ഞാൻ അതിന് മറുപടി പറയും സോറി എന്റെ മിസ്റ്റേക്ക് മോശമായ അത്രയും രീതിയിൽ ഇവൻ സംസാരിച്ചപ്പോഴാണ് ഞാൻ തിരിച്ച് അതുപോലെ മറുപടി പറഞ്ഞത് ഞാൻ ഡിപ്രഷനിലായിരുന്നു ഡിപ്രഷനിലായിട്ട് ഞാൻ കുടിച്ചോണ്ട് അങ്ങോട്ട് പോണ വഴിക്ക് ഡ്രാഗൺ പൈലി എന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ കൂടെ ഡ്രാഗൺ പൈലി മാത്രം കൂടെ വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞു പലതവണ ഇവന്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞിട്ട് മക്കളെ അവള് കുടിച്ചാലും പെടുത്താലും ഇനി തലകുത്തി മറിഞ്ഞാലും നിനക്ക് എന്താ കോപ്പേ ബാക്കി പറ നീ ബാക്കി ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റയ്ക്ക് നിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നാലെ ആദ്യത്തെ മിസ്റ്റേക്ക് ഇവന്റെ പിന്നാലെ ഇങ്ങനെ വന്നോണ്ടേയിരുന്നു ശല്യം ചെയ്ത് വന്നോണ്ടേയിരുന്നു കുപ്പി ചോദിച്ച് പൈന്റ് തരോ ഒരു കഞ്ചാവ് തരോ ഇത് തരോ ഞാനെന്ത് ഇവനോട് ഞാൻ പറഞ്ഞു ഷോപ്പിൽ പോയി മേടിച്ചോളാൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു എന്താണ് കോടിക്കുന്നത് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ ഉള്ളൊരു സാധനം എടുത്തിട്ട് നിന്നെ ഞാൻ കാണിച്ചുതരാം ഒന്നുമില്ല കൊമ്പി ഒരു സെക്കൻഡ് ഇനി അവന്റെ അടുത്ത് വായത്തള്ളടിച്ചിട്ട് കാര്യമില്ല നീ ഇവിടെ നേരഞ്ഞോ നിരത്തി പിടിച്ചു കഴിഞ്ഞോ അല്ല കൊമ്പി പറയാനുള്ള പറയട്ടെ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു ഇവന്റെ കയ്യിലുള്ള ഒരു സാധനം എടുത്തിട്ട് ഇവൻ അടിച്ചേനാ കിടന്നിട്ട് അടിക്കൂന്ന് പറഞ്ഞു കിടന്ന് അവൻ പറഞ്ഞ അച്ഛന്റെ പൂറ്റികളാണ് പന്ന പൊലയാടി മോനെ ഒരു മിനിറ്റ് നിക്കടാ മൈരിയാളാ നിന്റെ അച്ഛന്റെ പൊത്തിലേക്ക് പോകണം പന്ന പൊലയാടി മോനെ നിന്റെ അച്ഛന്റെ കേറി കൊണ്ട് പോയി തിന്നട്ടെ ബാന് കുഴപ്പമില്ല പെണ്ണായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റൂല വാണിംഗ് ഓക്കെ കിട്ടി കുഴപ്പമില്ല ബാനല്ലേ കുഴപ്പമില്ലടാ കുഴപ്പമില്ല കിട്ടി കുഴപ്പമില്ല അതൊന്നും ഒരു കുഴപ്പമില്ല മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ നിനക്കുണ്ടെന്ന് നമുക്കറിയാം ഓക്കെ അതിന് ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ കിടക്കും ഓക്കെ പിന്നെ പറയേണ്ട രീതിയിൽ പറയാൻ അറിയാത്തോണ്ടല്ല നമുക്ക് കുറച്ച് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കുറച്ച് മാന്യത അത് നിനക്കില്ല എന്ന് നമുക്കറിയണം മോനെ അത് നീ അങ്ങ് ഫില്ല് ചെയ്തേക്കാ കേട്ടാ ഓക്കെ ഇത് പാട്ടിട്ടാ കേട്ടി അത് പോയി കേറി ബാനല്ലേ ഷമീറിന് കുഴപ്പമില്ലടാ ഷമീറിന്റെ ബാന് കുഴപ്പമില്ലടാ ഷമീർ ആണായിട്ട് നിന്നിട്ടാടാ ബാൻ പിടിക്കുന്നത് അത് കുഴപ്പമില്ല ഇതെന്താ ഇത് അച്ഛനോട് പറയണ ഡയലോഗ് ഞങ്ങളോട് പറയണ ഞങ്ങൾ അച്ഛാന്ന് വിളിക്കണം മനസ്സിലായോ ഇവനെ അച്ഛനില്ലല്ലോ കൊടുക്ക് വെടിവെച്ച് തീർക്ക് ഈ പന്ന പൊലയാടി പറവാടി മൊണ്ണെ
ഇങ്ങണ്ടല്ലോ നീ ഏഴായത്തുള്ളൂ കേട്ടാ കുണ്ണേ പാട്ടി. മതി അപരാധി. ആടെ തെറിയ ആടെ പച്ചത്തെറിയ, അത് കേക്കണ്ട, ആടെ വിട്, അത് വിട്, അത് പച്ചത്തെറിയ, ആടെ പച്ചത്തെറിയ, വേണ്ട വേണ്ട. അറിയോ ഞാൻ കരഞ്ഞു, സത്യം പറഞ്ഞ തൽസിൽ ഞാൻ കരഞ്ഞു പോയി. അതൊന്നും ഇവിടെ സംസാരിക്കണ്ട, അത് നമുക്ക് ചെയ്യാം. വാ, നിങ്ങൾ റാംബോ ഇവിടെ നിൽക്കട്ടെടാ, ബാക്കിയുള്ളവർ വിട്ടു. അല്ല ഞാൻ നിക്കാം. അല്ലല്ല ഷമീർ ലൈവ് അല്ലേ? കൊമ്പിനെ കൂടെ കൊണ്ടുപോകോ, കൊമ്പി ഷമീറിനോട് വിട്ടോടാ. റാംബോ എടാ വണ്ടി എടുക്കടാ